ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് വരെ ബി.ജെ.പി. വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പൊടുന്നനവേ മാറിമറിഞ്ഞപ്പോൾ ബി.ജെ.പിക്ക് അവരുടെ ആത്മവിശ്വാസമാണ് നഷ്ടമായത്. ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ എന്ത് സംസാരിക്കുന്നുവോ മൈക്രോ ക്യാമറ വെച്ച് പരിശോധിക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. അതിൽ നിന്നും വീണ് കിട്ടുന്ന വാക്കുകളിൽ വിവാദവും ചേർത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പൊലിപ്പിക്കുകയാണ് ബി.ജെ.പിക്കാരുടെ ലക്ഷ്യം. രാജ്യത്ത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് വാർത്തകൾ വ്യാജമായി സൃഷ്ടിക്കുവാനും ബി.ജെ.പിക്ക് മടിയില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് തീർത്തും വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ്. ക്രിസ്തുവിനെ അനുകൂലിച്ചുകൊണ്ട് ഹിന്ദുമതത്തിന് എതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചുവെന്ന് ബി.ജെ.പി. അവരുടെ പോസ്റ്റുകളിൽ അവകാശപ്പെടുകയാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയിലാണ് രാഹുൽ ഹിന്ദു വിരുദ്ധത പ്രകടമാക്കിയത് എന്നും പോസ്റ്ററിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. രാഹുൽ പറഞ്ഞ വാക്കുകളായി പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ യുദ്ധം ഹിന്ദുമതത്തിലെ ശക്തിയോടാണ്. ആ ഹിന്ദുമതത്തിലെ ശക്തിയെ ഇല്ലായ്മ ചെയ്യലാണ് തൻ്റെ ആത്യന്തിക ലക്ഷ്യം. യേശുവാണ് യഥാർത്ഥ ദൈവം എന്ന് രാഹുൽ പറഞ്ഞുവെന്നതാണ് സംഘപരിവാർ ശക്തികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ വാക്കുകളിൽ ചിലതു മാത്രമാണ് ഇതെന്നും ഹിന്ദു മതത്തിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിച്ചുവെന്നുമാണ് വ്യാപകമായി പ്രചരിക്കുന്ന ഇത്തരം പോസ്റ്ററുകളുടെ ഉള്ളടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെതിരെ ദേശീയ മാധ്യമങ്ങളും ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലാണ് ഹിന്ദുമതത്തെ അവഹേളിക്കുന്നത് എന്നതായിരുന്നു സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. 2 മണിക്കൂർ 50 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗമാണ് അന്ന് രാഹുൽ നടത്തിയത്. ബി.ജെ.പിക്കാരുടെ വാദം പൊളിക്കാൻ ചില പ്രസംഗത്തിന്റെ വീഡിയോ ചില മാധ്യമങ്ങൾ അവരുടെ യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിടുകയും ചെയ്തു. ബി.ജെ.പിക്കാർ ആരോപിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യമുള്ളവർക്ക് വീഡിയോ പരിശോധിക്കാമെന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും ഈ വീഡിയോ ലഭ്യമാണ്. ഹിന്ദുധർമ്മത്തിൽ ശക്തി എന്ന വാക്കുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ശക്തിയോടാണ് പോരാടുന്നത് എന്നും രാഹുൽ പറയുന്നുണ്ട്. ഈ ഭാഗമാണ് ബി.ജെ.പിക്കാർ വിവാദമാക്കിയത്. എന്നാൽ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ രാഹുൽ ഒരു ശക്തിയോടാണ് പോരാടുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. തുടർന്നുള്ള പ്രസംഗ ഭാഗങ്ങളിൽ ED, EVM മിഷൻ തുടങ്ങിയ കാര്യങ്ങളിലെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ശക്തി എന്ന വാക്കും രാഹുൽ ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുധർമ്മത്തിലെ ശക്തിക്കെതിരെയാണ് പോരാടുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് ആരോപിച്ചാണ് മോദി അടക്കമുള്ള ബി.ജെ.പി. നേതാക്കന്മാരും അനുകൂലികളും രംഗത്തു വന്നത്. ഈ പരാമർശം കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധതയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും തെളിവാണ് എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. ഈ വിമർശനങ്ങളെയാണ് ഇപ്പോൾ മൂടോടെ പൊളിച്ചെടുക്കുവാൻ ദേശീയ മാധ്യമങ്ങളടക്കം മുന്നോട്ട് വന്നിരിക്കുന്നത്.